ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ശബ്ദം ഇന്നും നമ്മുടെ ഹൃദയത്തിന് ബലമായി, നമ്മുടെ ജീവിതത്തിന് ചൈതന്യമായി, നമ്മുടെ ജീവിത വഴിത്താരിൽ വെളിച്ചമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46-ാം വാക്യം. നഥനയേൽ അവനോട്, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്ത ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആ വാക്യത്തിൽ നിന്ന് ആഴമേറിയ ദൂത് പകരുക. ഇവിടെ ഒരു ചോദ്യം, അവിശ്വാസത്തിൻ്റെ ഒരു ചോദ്യം. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ദൈവത്തിൻ്റെ പൈതലേ, ഇപ്രകാരം ഒരു ചോദ്യമൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതിനകത്ത് ഒരു നന്മയുള്ളത് കൊണ്ടാണ്. ദൈവം അതിനകത്തൊരു നന്മ കണ്ടതുകൊണ്ടാണ് നന്മയുണ്ടാകുമോ എന്നൊക്കെ ചോദ്യം ഉയരുന്നത്. ഇന്ന് ഹൃദയതലത്തിലേക്ക് ഈ ദൂത് ആഴമായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ആ ജോലി മേഖലയിൽ നിന്ന് ഒരു നന്മ വരുമോ? ആ സ്ഥലത്ത് നിന്ന് ഒരു നന്മ വരുമോ? ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു നന്മ വരുമോ? ആ ബിസിനസ്സിൽ നിന്ന് ഒരു നന്മ വരുമോ? ഇപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ നന്മയുടെ യാതൊരു പ്രതീക്ഷയില്ലാതെ ആ മേഖലയിൽ തുടരുക, ആ അവസ്ഥയിൽ നിലനിൽക്കുക. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ആ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പൈതലേ, മനോദുഃഖത്തോടെ ആയിരിക്കുന്നവർ വചനം കേൾക്കുക. പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. കർത്താവിന് അതിനകത്തുനിന്ന് നന്മയെ തരുവാൻ കഴിയും. ഇന്ന് ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ഈ ശബ്ദം ആഴമായി വിശ്വാസമായി ഏറ്റെടുക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ചലനങ്ങൾ ശക്തിയും കൂടാരത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുക. പ്രവൃത്തി മേഖലകളിൽ അത് കാണാൻ പോവുക. യേശു കർത്താവിൻ്റെ വിലയേറിയ ആഴമേറിയ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടാരത്തിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ പൈതലെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് ഒരു നന്മയുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ട ഇടത്ത് ഒരു നന്മയുണ്ട്. അത് വരും, അത് ദൈവത്താ വരും. ഇന്ന് പരിശുദ്ധാത്മാവ് ചില കുടുംബത്തോട് പറയുന്നു, ആ തലമുറയിൽ നിന്ന് നന്മ വരുമെന്ന്, ആ കുഞ്ഞിനിൽ നിന്ന് നന്മ വരുമെന്ന്, ആ വ്യക്തിയിൽ നിന്ന് നന്മ വരുമെന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ലെവലേശം ഹൃദയത്തിലില്ല. സാഹചര്യം അങ്ങനെ തിരിച്ചു കളഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുത്തു, ആഴമായി വചനം ഏറ്റെടുത്തു. നസ്രത്തിൽ നിന്ന് നന്മ വന്നില്ലെങ്കിലും, എൻ്റെ തലമുറയിൽ നിന്ന് നന്മ വന്നില്ലെങ്കിലും, എൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ നിന്ന് എനിക്ക് നന്മ വന്നില്ലെങ്കിലും, എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് നന്മ വരും. എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്കുള്ള കരുതൽ വെളിപ്പെട്ട് വരും. ഇന്ന് വളരെ ദുഃഖത്തോടിരിക്കുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെ പരിശുദ്ധാത്മ കാണിക്കുക. അവരോട് ദൈവം ആഴമായി ഇടപെടുക. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുക, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുക, വഴിയടഞ്ഞ് വാതിലടഞ്ഞ് ആ ഒരു അനുഭവ ജീവിതത്തിലായിരിക്കുന്നത്. നന്മ വരുമോ എന്ന ചോദ്യം ഹൃദയത്തിൽ ഉയർന്നു പൊങ്ങുന്നൊരു സമയമാണ്. ദൈവത്തിൽ നിന്ന് നന്മ വരും. ദൈവത്തിൻ്റെ പൈതലേ, ഏതൊക്കെ വഴികൾ അടഞ്ഞാലും, ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാലും, എൻ്റെ ദൈവത്തിൻ്റെ വാതിൽ, എൻ്റെ സ്വർഗത്തിൻ്റെ വാതിൽ എൻ്റെ മുമ്പിൽ അടയത്തില്ല എന്ന് ആഴമായി പ്രാർത്ഥിക്കുന്നൊരു ദൈവത്തിന്, ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവത്തിന് വിശ്വസിക്കാൻ കഴിയും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ശബ്ദം, എൻ്റെ ദൈവത്തിൽ നിന്ന് നന്മ വരും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ചോദിക്കുന്നതിൻ്റെ നടുവിൽ ഫിലിപ്പോസ് പറഞ്ഞതുപോലെ വന്ന്
കാണുക, വന്ന് കാണുക. ചിലത് കാണത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ നന്മ ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയോർത്ത് ദുഃഖിക്കണ്ട, നിരാശപ്പെടണ്ട. ഇത് നന്മയ്ക്കുള്ള ഒരടയാളമാണ്. ഈ ശൂന്യതയും ഈ പോരായ്മയും ഈ ഞെരുക്കവും അവിടെ നന്മയുള്ളത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാ. ഈ ശൂന്യത, ഈ പോരായ്മ, ഈ ഞെരുക്കം ദൈവത്തിൻ്റെ പൈതലേ, ഇതിൻ്റെ പ്രത്യേകത പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ഇത് നന്മ വെളിപ്പെടാനുള്ള അടയാളമാണ്, എൻ്റെ ജീവിതത്തിലെ അടയാളമാണ്. കാരണം ഈ ശൂന്യതയിലാണ് എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ളത്. അവിടെ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കാനുള്ളത്. എൻ്റെ ദൈവം പ്രവർത്തിച്ചു എന്ന് എനിക്ക് മറ്റുള്ളവരോട് പറയുവാൻ ഇടയാകുന്നത് എൻ്റെ ശൂന്യതയിൽ ആ തലത്തിൽ എൻ്റെ ദൈവം ചെയ്തു എന്ന് പറയത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ കർത്താവ് തിരിക്കാൻ പോവാ. ദൈവത്തിൻ്റെ പൈതലേ, നിരാശപ്പെടണ്ട. ഈ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ നിരാശപ്പെടണ്ട. ഇത് അടയാളമാണ്, ഒരു നന്മ വെളിപ്പെടാനുള്ള അടയാളമാണ്. അങ്ങനെ തന്നെ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അങ്ങനെ തന്നെ ഏറ്റെടുത്തു. ഒരത്ഭുതമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ദൈവപ്രവൃത്തിയുണ്ട്. എൻ്റെ ദൈവത്തിൽ നിന്ന് എനിക്ക് നന്മ വരും, എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് നന്മ വരും. കർത്താവ് സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹാനുദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. വചനം കേൾക്കും ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയുടെ കരം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം തൊടുവാൻ പ്രാർത്ഥിക്കുക. വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ നടക്കട്ടെ. അസാധ്യമായ മണ്ഡലങ്ങളിൽ സാധ്യതയെ ദൈവം തെളിയിച്ചു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കും ദൈവമക്കളെ അനുഗ്രഹിക്കണം കർത്താവ്, ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.